ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോയിട്ട് പോവുകയാണ്. മൈസൂരിലേക്കാണ്. മസനഗുഡി വഴിയാണ്. മസനഗുഡി ഒരു സ്റ്റേ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളത്. പ്രത്യേകിച്ച് ഈ മഴേൻ്റെ സീസണാണ്. എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈസൂർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. മൈസൂരിലേക്കുള്ള യാത്രയാണ് ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വഴിക്കടവാണ് നിലവിലുള്ളത്. വഴിക്കടവിൽ നിന്ന് നമുക്ക് മസനഗുഡിയാണ് ഇന്ന് എത്തേണ്ടത്. മസനഗുഡി ഒരു കിഡിലൻ ഒരു സ്റ്റേ ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാടുകാണി ചുരം വഴി ഇപ്പോൾ ചുരം ഏകദേശം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ചുരം പോകുന്ന വഴി നമുക്ക് ചുരത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ അറിയാനുണ്ട്. അതുപോലെ മൈസൂരിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് ഏതൊക്കെ ടൈഗർ റിസർവുകളാണ്, ഒരുപാട് ഫോറസ്റ്റിനകത്തു കൂടെ യാത്ര ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു കിടലിന് യാത്ര കൂടെയാണ്. എടാ, നമുക്കങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 96-98 കിലോമീറ്റർ ആണ് ഇവിടേക്ക് എത്താനുള്ളത്. മസനഗുഡിയിൽ കേട്ടോ, മസനഗുഡിയിലേക്ക് എത്താനുള്ളത്. അപ്പോൾ നിങ്ങൾ വഴിക്കടവ് വഴി പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ടൈഗർ റിസർവുകളൊക്കെ ഈ മുതുമലൈ ഫോറസ്റ്റ് റിസർവ് കടന്നിട്ട് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം 8 മണിക്ക് അപ്പുറം ഒരാളെയും ഒരു വണ്ടിയും കടത്തി വിടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെൽ പ്ലാനിങ്ങിനോട് കൂടി തന്നെ പോകണം. നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മൈസൂരിലേക്ക് എത്തുന്നതിന് മുന്നേ കവർ ചെയ്യാനുള്ളത് 3 സ്റ്റേറ്റ് ആണ്. ഒന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ്, പിന്നെ വരുന്നത് ഈ മുതുമലൈ ടൈഗർ റിസർവ് ഒക്കെ വരുന്നത് തമിഴ്നാടാണ്. അതുപോലെ തന്നെ നാടുകാണി ചുരത്തിന്റെ ചില ഭാഗങ്ങളും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ്. ഓക്കെ, ഈ നാടുകാണി ചുരത്തില് ഒരുപാട് ശലഭങ്ങളും സസ്യങ്ങളുടെയും ഒക്കെ ജീവജാലങ്ങളുടെയും സങ്കേതം കൂടിയാണ്. നീലഗിരി ജൈവ സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം അപൂർവ ഇനം ഒരുപാട് സസ്യലതാദികളും അതുപോലെ തന്നെ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഒരു KSRTC നല്ല രസാട്ടോ. ഈ ഒരു KSRTC ഇത്തരം വനങ്ങളിലൂടെ ഫോറസ്റ്റ് ചുരങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് കാണാൻ നല്ല മനോഹരമാണ്. എടാ, പിന്നെ ഈ KSRTC എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ ഈ നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഊട്ടി, അങ്ങനെ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന നമ്മളെ ഫേമസ് ഡയലോഗാണല്ലോ അതിലെ, മസനഗുഡി വഴി ഊട്ടി. ആ ഒരു KSRTC ആണ് മുന്നിലുള്ളത് കേട്ടോ. കോട ഒന്നും കാണാനില്ലല്ലോ. അത്യാവശ്യം കോടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നത് കാരണം ഒരു പ്രത്യേക ഒരു വൈബുണ്ട് കേട്ടാ. KSRTC പോകുന്നതാണ് എന്ത് രസാലേ. അപ്പൊ നമുക്ക് പിന്നെ ഈ ചുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1800-കളിൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം 19-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയോടുകൂടിയാണ് ഈ ഒരു ചുരത്തിന് നാടുകാണി ചുരം എന്ന് പേര് ലിഖിതപ്പെട്ടത് അല്ലെങ്കിൽ പറയപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇപ്പോ ഈ നമ്മുടെ വഴിക്കടവ് വരെയാണ് ജനസഞ്ചാരം ഉണ്ടായിരുന്നത്. ആളുകൾ വന്ന് പോയിരുന്നത് വഴിക്കടവ് ആനമറിയം ചെക്ക് പോസ്റ്റ് വരെയാണ് എന്നാണ് പറയുന്നത്. കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ തമിഴ്നാടായാലും അതുപോലെ തന്നെ കർണാടകയിലേക്കൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വഴി അത്യാവശ്യം തന്നെയായിരുന്നു. അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ പൊതുമരാമത്ത് ഓഫീസറായിട്ടുള്ള വില്യം ക്യാമ്പബെല്ലിന്റെ യാത്രയാണ് നാടുകാണി ശരിക്കും നമുക്ക് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. കോട ഇറങ്ങി തുടങ്ങുന്നുണ്ട് മക്കളെ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല തണുപ്പുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്നത് വില്യം ക്യാമ്പബെല്ലിന്റെ കൂടെ ഒരു ആദിവാസിയും കൂടെ ഉണ്ടായിരുന്നു ഈ വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ആദിവാസി കാടറിയുന്നവരല്ലേ ആദിവാസികൾ. ഓക്കെ, ആദിവാസി അവരുടെ കൂടെ ഒരു ചെറിയ നയം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്ത് വനാന്തരങ്ങളിൽ അകപ്പെട്ടു പോയി. ഒരുപാട് തിരിച്ചു വന്ന വഴിയൊന്നും അറിയാതെ അവർ അകപ്പെട്ടു പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ ആദിവാസി അവരുടെ തനതായിട്ടുള്ള ഒരു ശൈലിയിൽ നാടുകാണി എന്ന് എഴുതുകയായിരുന്നു. നാടുകാണി എന്ന് എഴുതുകയോ പറയുകയോ പറഞ്ഞെന്നോ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ചുരത്തിന് പേര് വന്നിട്ടുള്ളത്.
മച്ചാമാരെ അങ്ങനെ ആ കൊടും കാട്ടില് അത്രയും വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാട്ടില് ഇവർ ഒറ്റപ്പെടുകയായി. അങ്ങനെ പുറത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഇവര്. അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്രിട്ടീഷുകാർ ഇവരെ കണ്ടെത്തി. അപ്പോഴേക്കും ഇവർക്ക് പനിയൊക്കെ വന്നിരുന്നു, നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അത് മലമ്പനിയാണൊക്കെ അന്ന് അറിഞ്ഞത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇയാൾ ക്യാമ്പലിനെ മാത്രം ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അയാൾക്ക് വേണ്ട ചികിത്സയും കൊടുത്തു. വഴി കാണിക്കാൻ കൊണ്ടുപോയിട്ടുള്ള ഈ ആദിവാസിയെ എന്ത് ചെയ്ത് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവര് തിരിച്ചു പോന്നത്. അങ്ങനെ ചികിത്സയിലായിരുന്ന വില്യം ക്യാമ്പല് മരിച്ചെന്നാണ് പിന്നീട് കിട്ടിയ റിപ്പോർട്ട്. നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് 2 ചെക്ക് പോസ്റ്റ് ആണ്. 2 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഗൂഡല്ലൂരിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലോട്ടപ്പുള്ളത്. തമിഴ്നാട് ഇവിടെ ബോർഡറിൽ ചെക്ക് പോയിന്റിലാണ്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് പോസ്റ്റ് നാടുകാണിച്ചുവത്തിലാണ്. ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് കയറാനുള്ള ആ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ കടക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ 2 ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. വനമൃഗല്ല കണ്ടത്, പശു. അപ്പോൾ 2 ചെക്ക് പോസ്റ്റും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഡല്ലൂരിലേക്കുള്ള യാത്ര. ഇവിടെ പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കൂളിംഗ് കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട്. അത്യാവശ്യം സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തന്നെയാണ്. മുകളിലൊക്കെ ഈ തേയിലത്തോട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിർത്തി ഫോട്ടോ എടുക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ ലക്ഷ്യം അതല്ല. ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് മസിനഗുഡിയിലേട്ടോ. മസിനഗുഡി നമ്മൾ മുതുമല ടൈഗർ റിസർവ് ഒക്കെ കടക്കുമ്പോൾ രാത്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. രാത്രി ആയാൽ നൈറ്റ് വ്യൂ നമുക്ക് കാണാം. മൃഗങ്ങളൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ഒരു ദിവസം ഇനി കാണാം അല്ലേ.